2024 നവംബറിൽ തമിഴ്നാട് തീരത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റേതാണ്? ഉത്തരം ഫെങ്ങൽ. 2024 നവംബറിൽ തമിഴ്നാട് തീരത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റേതാണ്? ഉത്തരം ഫെങ്ങൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഗ്വാളിയോർ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഗ്വാളിയോർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ഉത്തരം കുറ്റിച്ചൽ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ഉത്തരം കുറ്റിച്ചൽ. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കിയത്? ഉത്തരം സംസ്കൃതം, മൈഥിലി. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കിയത്? ഉത്തരം സംസ്കൃതം, മൈഥിലി. ഉൽഗുലാൻ അഥവാ വലിയ കോലാഹലം എന്നറിയപ്പെട്ട ഗോത്രവർഗ കലാപം ഏതാണ്? ഉത്തരം മുണ്ട കലാപം. ഉൽഗുലാൻ അഥവാ വലിയ കോലാഹലം എന്നറിയപ്പെട്ട ഗോത്രവർഗ കലാപം ഏതാണ്? ഉത്തരം മുണ്ട കലാപം. ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ബിർസ മുണ്ട. ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ബിർസ മുണ്ട. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച കൃതി ഏതാണ്? ഉത്തരം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച കൃതി ഏതാണ്? ഉത്തരം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. രണ്ടാം ലോകയുദ്ധത്തിലെ അച്ചുതണ്ടു ശക്തികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. രണ്ടാം ലോകയുദ്ധത്തിലെ അച്ചുതണ്ടു ശക്തികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്? ഉത്തരം 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിൽ. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്? ഉത്തരം 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിൽ. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാരാണ്? ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാരാണ്? ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 11-ാം പദ്ധതി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 11-ാം പദ്ധതി.